എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 1980 പാപ്പനംകോട് ലക്ഷ്മണന്റെ കഥ തിരക്കഥയിൽ ബേബിയുടെ സംവിധാനത്തിൽ എവർ ഷൈൻ കമ്പനിയുടെ ബാനറിൽ തിരുപ്പതി ചിട്ടിയാർ നിർമ്മിച്ച മനുഷ്യമൃഗം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. 1975 പുറത്തിറങ്ങിയ കന്നഡ സിനിമയായ ദാരി തപ്പിട മാഗയുടെ റീമേക്കാണ് ഈ ചിത്രം. ഈ ചിത്രത്തില് ജയൻ, സീമ, ജയപ്രഭ, കവിയൂർ പൊന്നമ്മ, ജോസ് പ്രകാശ്, ജഗതി ശ്രീകുമാർ, ജനാർദ്ദനൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ഈ ചിത്രം 1980 ഡിസംബർ 17 തിയേറ്ററുകളിൽ എത്തിയത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം കസ്തൂരി മാൻമിഴി എന്ന് പറയുന്ന സോങ് ആണ്. ഈ സിനിമ മിക്ക തിയേറ്ററുകളിലും 100 ഡേയ്സിന് മുകളിൽ ഓടിയ സിനിമയും കൂടിയാണ്. നമുക്ക് സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നോക്കാം. ആദ്യം തന്നെ കാണിക്കുന്ന ഒരു വീട്ടില് 2 ഇരട്ട കുട്ടികളും അമ്മയായിട്ടുള്ള കവിയൂർ പൊന്നമ്മയാണ്. അപ്പോ ബാബു എന്നും ഗോപി എന്നുമാണ് 2 കുട്ടികളുടെ പേര്. അപ്പൊ അവരുടെ അച്ഛൻ നേരത്തെ തന്നെ മരിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അമ്മ ഇവരെ രണ്ടുപേരെയും വളർത്തുന്നത്. ബാബു എന്നാൾ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. കാരണം അവൻ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ട് ഗോപിയുടെ മണ്ടക്കിടും. അങ്ങനെയൊക്കെയാണ് ബാബുവിന്റെ ക്യാരക്ടർ. അപ്പൊ ഒരു ചെറിയൊരു തമ്മിത്തല്ലും അതും ഒക്കെ കൂടി നടന്നിട്ട് പെട്ടെന്ന് അമ്മ വരുമ്പോ, അതായത് കവിയൂർ പൊന്നമ്മയാണ് അമ്മയുടെ ക്യാരക്ടർ. അപ്പൊ കവിയൂർ പൊന്നമ്മ വരുമ്പോ അമ്മ ഇത് ചെയ്തത് ബാബു ആണെന്ന് പറഞ്ഞിട്ട് ഗോപിയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോ കവിയൂർ പൊന്നമ്മ പറയുന്നുണ്ട്, മോനെ ബാക്കിയുള്ളവരെ പറ്റിക്കണ പോലെ സ്വന്തം അമ്മയെ പറ്റിക്കാൻ നോക്കരുത് എന്നൊക്കെ പറയുന്നു. കാരണം രണ്ടുപേരെയും ഏതമ്മയ്ക്കും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ ബാബുവിനെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യം കൂടി ആ സീനിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു വയറിന്റെ ഭാഗത്ത് ചെറിയൊരു കറുത്ത പൊട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അറിയാം അത് ബാബു ആണ് എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ആഘോഷം നടക്കുകയാണ്. കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന വിഷു ഒക്കെ ആയിരിക്കണം. അപ്പൊ ആ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് എനിക്കും പടക്കം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് പറയുന്നു. അപ്പൊ അമ്മ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ മേടിച്ചു തരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സമയം വന്നപ്പോ 2 കുട്ടികളും വീണ്ടും തമ്മിത്തല്ല് കൂടി. അപ്പൊ ബാബു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിയെ വീടിനകത്ത് വെച്ചിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് സാക്ഷിയിടണം. വീട് എന്ന് പറഞ്ഞാൽ അതിൽ ഗംഭീര വീടൊന്നല്ല, ഒരു ഓലക്കുടിലാണ്. അപ്പൊ പുറമെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബാബു പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോ അറിയാണ്ട് വീടിന് തീ പിടിക്കുകയാണ്. അപ്പൊ വീടിന് തീ പിടിക്കുമ്പോൾ ഗോപി അവിടെ നിന്ന് കതക് തുറക്കാനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നാട്ടുകാരും കവിയൂർ പൊന്നമ്മയും ഒക്കെ ഓടി വരുന്നു, ഗോപിയെ രക്ഷപ്പെടുത്തുന്നു. അതിന്റെ ഇടയിൽ ബാബുവിന്റെ ചെകിടത്തുനിന്ന് കവിയൂർ പൊന്നമ്മ തല്ലിട്ട് വരുന്നു, കോട അപ്പുറത്ത് എന്നുള്ള ഒരു തരത്തിലുള്ള ചീത്തയൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ബാബു അവിടുന്ന് ഓടിപ്പോകും. അപ്പൊ പിന്നെ വർഷങ്ങള് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന വലിയൊരു ബംഗ്ലാവാണ്. കാരണം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആയിട്ട് ഗോപി വളർന്നു കഴിഞ്ഞു. ഗോപിയെ കാണിക്കുന്ന സമയത്ത് തന്നെ ഫോൺ കോളുകൾ വരുന്നു. 2-3 ഫോണൊക്കെ ഒരുമിച്ചൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുള്ള സീനുകളാണ്. അപ്പൊ ആ അടുത്ത കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഗോപിയുടെ ഭാര്യ ഉണ്ട്. അപ്പൊ അതിനുശേഷം കവിയൂർ പൊന്നമ്മ പറഞ്ഞാടാ എപ്പോഴും ഈ ജോലിയും കാര്യങ്ങളൊക്കെ മതിയോ, ഇവളെയും കൊണ്ട് എങ്ങടെയെങ്കിലൊക്കെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ ഇന്ന് പിറന്നാളാണ്, നീ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗോപി പറയുന്നു, അമ്മ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് മതി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് നിന്റെ കൂടപ്പറപ്പിന്റെയും കൂടി പിറന്നാളാണ്, അവനിപ്പോ എവിടെയാണാവോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേറൊരു സിറ്റി, ബോംബെ എന്ന് പറയുന്ന മഹാനഗരം കാണിക്കുകയാണ്. അപ്പൊ ആ ബോംബെ എന്ന് പറഞ്ഞ മഹാനഗരത്തില് എന്താ പറയുക, മാന്യനായിട്ടുള്ള ഒരു കള്ളനാണ് ജയന്റെ ക്യാരക്ടറിനെയാണ്, ബാബു എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. പുള്ളിയുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ ജനാർദ്ദനുണ്ട്, നല്ല കിടിലം വേഷം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ബാബു ഒരു കള്ളനാണെന്നുള്ളതിന്റെ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഗോപിയുടെ ക്യാരക്ടർ തന്നെയാണ് കാണിക്കുന്നത്. ഗോപിയുടെ ക്യാരക്ടർ കാണിക്കുന്ന സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നു. അപ്പൊ ഇങ്ങനെ ഭാര്യയോട് ചോദിക്കാണ്, എന്താ ഭാര്യ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, എന്താ ആരുടെയെങ്കിലും ഫോൺ വന്നോ, വീട്ടുകാരിന്ന് വന്നോ, അതാ എന്തെങ്കിലും വന്നോ, അതൊക്കെ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കോൾ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതാ വേറെ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയരുത്, അമ്മ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ അളിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അളിയനായിട്ടാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ വേഷം ഇടുന്നത്. ഡിങ്കോൾഫി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ആ പടത്തിൽ നിന്നാണ് തോന്നുന്നു ഈ ഒരു വേർഡ് ഡിങ്കോൾഫി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡൊക്കെ ധാരാളമായിട്ട് വന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ക്യാരക്ടറാണ്, നല്ല രസത്തില്, അത്യാവശ്യം നല്ല മുഷിപ്പിക്കാതെ നല്ല കമ്പനി വയസ്സിൽ ഒരു പൊട്ടനായിട്ടുള്ള പോലത്തെ, അതായത് ഇങ്ങനെ എല്ലാത്തിലും കയറി അഭിപ്രായം പറഞ്ഞ ഓരോ അബദ്ധങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ്. നല്ല രീതിയിൽ തന്നെ ജഗതി ശ്രീകുമാർ അത് വെടുപ്പിൽ ചെയ്തിട്ടുണ്ട്. കുറെ 2-3 കോമഡി സീൻസുകളൊക്കെ അതിലുണ്ട്. അപ്പൊ അവിടെ ജോസ് പ്രകാശ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ജോസ് പ്രകാശിന്റെ പെങ്ങളാണ് സീമ, അനിത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷനിൽ ജയനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ജയൻ വരുന്നു, നമ്മുടെ ജോസ് പ്രകാശ് ഉണ്ട്, ഒരു കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് കല്യാണ പെണ്ണിന്റെ
ഒരു നല്ലൊരു വിലപിടിപ്പുള്ള ഒരു നെക്ലേസ് ഒക്കെ ഉണ്ട്. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകൾ, കസ്തൂരി മാൻമിഴി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുള്ളത് ആ സമയത്താണ്. അപ്പൊ ആ പാട്ട് കഴിയുന്നതിന്റെ ഇടയിൽ തന്നെ ജയൻ ഈ മാല മോഷ്ടിച്ചിട്ട് ഒന്നറിയാത്ത രീതിയിൽ ജയൻ പറയുന്നുണ്ട് നമുക്ക് എല്ലാവരും ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ജോസ് പ്രകാശിന്റെ ക്യാരക്ടർ ജോസ് പ്രകാശിനോട് പറയാണ് എന്നെ തന്നെ ആദ്യം തുടങ്ങിക്കൊള്ളുന്നു. അപ്പൊ ബാബു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പറഞ്ഞു ഇല്ല എന്നെ തന്നെ തുടങ്ങിക്കൊള്ളുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു ടവൽ എടുത്ത് മൂക്കൊക്കെ തുടച്ച് താഴത്തേക്ക് ഇടണം. അപ്പൊ ഈ ബെൽ ബോട്ടം പാന്റ് ആണല്ലോ, ഈ പാന്റിന്റെ അടിയിൽ വീണടക്കുന്നത് ഈ മാല. അങ്ങനെ ആ മാലയുടെ മുകളിലേക്ക് അതിട്ടിട്ട് അത് സുഖമായിട്ട് എടുത്തിട്ട് പുള്ളിയുടെ വഴിക്ക് പോകുന്നു. അപ്പൊ ജനാർദ്ദനും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെ നല്ല അന്നത്തെ കാലത്ത് തന്നെ 2-2.5 ലക്ഷം രൂപ വിലപിടിപ്പുള്ള ഒരു മാലയാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് സീമയ്ക്ക് ഇവനോടൊരു പ്രേമം തോന്നുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ബാബുവിന്റെ അടുത്തേക്ക് സീമ വരുന്നൊരു ഇതുണ്ട്. അവരെന്തൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അങ്ങനെ എന്തോ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ബിൽഡിംഗ് പണിയുന്നതിന് എനിക്കായിട്ട് കുറച്ച് സംഭാവന ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ബാബു ഒരു 25,000 രൂപ 25,000 രൂപയോ എന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ അതിമനോഹരമായിരുന്നു. അപ്പോ ആരും ഇതേവരെ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ വീണ്ടും ഗോപിയുടെ അവിടെ, അത് നമ്മുടെ നാട്ടില് കവിയർപ്പന പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീ കല്യാണം കഴിഞ്ഞൊക്കെയുള്ള ഭാര്യയും കൊണ്ടൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, ഗോപി പറയണം ഞാനൊരു ബിസിനസ് ആവശ്യത്തിനായിട്ട് എന്തായാലും ബോംബെ വരെ പോവാണ്, അപ്പോ ഇവളും കൂടി കൂടെ വന്നോട്ടെ എന്ന് പറയും. അപ്പൊ അങ്ങനെ അവര് പോവാൻ തയ്യാറായി. അപ്പൊ പോവാൻ തയ്യാറപ്പോ ഒരു ടാക്സിക്കാരന്റെ അടുത്ത് ജഗതി വന്നത്, നിനക്ക് ബോംബെ വരെയുള്ള ട്രിപ്പ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, എനിക്ക് കമ്മീഷൻ തന്നാൽ മതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ടാക്സിക്കാരൻ വേണ്ട അണ്ണാ എനിക്ക് സ്റ്റേറ്റ് വിട്ട് പോകാനുള്ള പെർമിറ്റ് ഒന്നും എനിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ പെർമിറ്റോ അതെന്തെന്നൊക്കെ ആ സമയത്ത് ചെറിയ തരത്തിലുള്ള ഒരു കോമഡി കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇവര് ബോംബെയിൽ എത്തുമ്പോൾ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ്. ഈ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു വെയിറ്റ് ഉണ്ട്, അയാൾ മലയാളിയാണ്. അപ്പൊ ആ വെയിറ്റർ ഇവനെ കണ്ടത്, സാറേ ഇതിപ്പോ ഏതാ പുതിയ പീസ്, ഇതിനു മുമ്പ് വേറെ 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോയ പോലെ ഞങ്ങളൊന്നും ഗവനിക്കാതെ പോവില്ലേ സാറേ, അതേപോലെ നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തന്നേക്കണേ എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ വരുന്നു. അപ്പോ ഇതെന്താണെന്നൊന്നും മനസ്സിലാവാണ്ട് ഇവരാകെ പകയ്ക്കുകയാണ്. അപ്പോ ഇവൾക്ക് നായിക, അതായത് ഗോപിയുടെ ഭാര്യയ്ക്ക് ഇത് കേട്ടിട്ട് ഒരു സംശയം പോലെ, ഇയാൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ അങ്ങനെയുണ്ടോ എന്നൊക്കെ. അപ്പൊ ഗോപി ഈ വെയിറ്ററെ ചീത്ത പറഞ്ഞേക്കാം. അപ്പൊ അവിടെ നായികയോട് പറഞ്ഞു, നിനക്ക് എന്നെ ഇനിയും വിശ്വാസമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ബോംബെയിലേക്ക് വരുന്നത് തന്നെ എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. ആ വിശ്വാസപ്പെടാനിട്ടുണ്ടോ ഇല്ലയോ അത് പിന്നത്തെ കാര്യം. പിന്നെ അവര് നേരെ പുറമെ ആ ഹോട്ടലിൽ തന്നെ പുറത്തു പോയി ഒരു ചായ എന്തോ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാള് വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരാള് വന്നിട്ട് നീ എന്നെ പറ്റിച്ചിട്ട് പോവുമല്ലേടാ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ആക്ഷൻ. അത് തെറ്റിദ്ധരിച്ചിട്ടാണ്, ബാബു ആണോ എന്നുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാണ് അപ്പോൾ ഒരു ആക്ഷൻ നടക്കുന്നത്. ഗോപി മോശക്കാരനല്ല, ഇന്നൻ ആക്ഷൻ ആ സമയത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായി. അവരപ്പം തന്നെ തിരിച്ചു വരുന്ന സമയത്ത് എന്താ പെട്ടെന്ന് പറയുന്നു. അപ്പൊ ഒരു കവിയർപ്പന്നമ്മയുടെ അടുത്ത് ചെറിയൊരു നുണയൊക്കെ പറഞ്ഞിട്ട് ഗോപിയുടെ വഴിക്ക് പോകുന്നു. ആ വീണ്ടും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധ ചെലുത്താണ്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ ജനാർദ്ദനൻ ജോസ് പ്രകാശിന്റെ അടുത്ത് പറയുകയാണ്, നമ്മുടെ സീമയും ജയനും തമ്മിൽ ഇഷ്ടത്തിലാണ്, അപ്പൊ അതും പറ്റിയാൽ നടത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജോസ് പ്രകാശൻ അത് പെട്ടെന്ന് സാധ്യമല്ല, എന്റെ വിവാഹം കഴിഞ്ഞാലേ അവള് അത് സമ്മതിക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങളും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കുമോ, ഈ ബോംബെ നഗരത്തിലാണോ നിങ്ങൾക്ക് കിട്ടാൻ പാട് എന്നൊക്കെ ചോദിക്കുന്നു. അല്ല, അപ്പൊ അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. ഒരു രാഗിണി എന്ന് പറഞ്ഞ പേരായിട്ടുള്ള ഒരു നർത്തകിയായിട്ട് താൻ ജോലി കിട്ടുന്നതിന് മുമ്പ് പ്രണയത്തിലായതും, പിന്നീട് താൻ ഒരു ജോലി കിട്ടി വരുമ്പോഴത്തേക്കും ഇവള് ബോംബെയിലെ വലിയ വലിയ ഡാൻസുകളൊക്കെ കളിച്ച് വലിയ കോടീശ്വരിയായി മാറിയതും അവൾ പണക്കാരന്റെ പുറകെ പോയ കാര്യങ്ങളൊക്കെ ജോസ് പ്രകാശ് പറയുന്നുണ്ട്. അപ്പൊ എങ്കിലും നമുക്ക് നോക്കാം എന്നുള്ളൊരു രീതിയിൽ നിൽക്കണം. അങ്ങനെ രാഗിണി എന്നുള്ളൊരു പേര് കിട്ടി. അങ്ങനെ ജനാർദ്ദനനും നമ്മുടെ ജയനും കൂടിയിട്ട് വേഷപ്രസന്നരായിട്ട് അവിടെ ചെന്നിട്ട് ഈ രാഗിണിയുടെ അടുത്ത് ചെല്ലുന്ന, അപ്പൊ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് രാഗിണിയുടെ അടുത്തുനിന്ന് ഉള്ള സ്വർണങ്ങളും പണ്ടങ്ങളും ഒക്കെ കവരുകയും അവളെ കൊല്ലുകയും ചെയ്യണം. അപ്പൊ അങ്ങനെ രാഗിണിയുടെ കേസന്വേഷണം വീണ്ടും ജോസ് പ്രകാശിന്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ പടം വരച്ചരാമോ എന്നൊക്കെ നേരത്തെ ജയൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വേഷപ്രസന്നരായിട്ടാണ്. അപ്പൊ അതിനെന്താന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ ജോസ് പ്രകാശ് പടമൊക്കെ വരച്ചിട്ടോ ഏകദേശം ഇവര് തന്നെയാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് വരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു ബാങ്കിന്റെ ചെന്നൈയില് ഒരു ബാങ്കിന്റെ പണം ട്രാൻസ്ഫർ ചെയ്യണം. അതായത് വണ്ടിയിലാണല്ലോ ബാങ്കുകൾ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇത് വരുന്നു. അപ്പോ അതടിച്ചു മാറ്റാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യണം. അപ്പൊ പ്രകാശ് രാജ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ട് ഇപ്പോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താടാ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു രീതിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് കുറച്ച് മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ട്. കാരണം വെച്ചാൽ ഒരു ജനാർദ്ദനന് അവരുടെ ഒപ്പം തന്നെയുള്ള ഒരു ലേഡിയുടെ അടുത്ത് പ്രണയമുണ്ട്. അപ്പോ ജയൻ അത് സമ്മതിക്കില്ല. ജയൻ പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട, എന്നുവെച്ചാൽ ആർക്കും അങ്ങനെ ഒരു രീതിയിൽ ഒരു ബന്ധങ്ങളും വേണ്ട, നമ്മുടെ പോക്കെങ്ങടാന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളൊക്കെ അവൾക്ക് അറിയാം, അവളെ പിണക്കാൻ പറ്റില്ല എന്നൊക്കെ ജനാർദ്ദൻ പറയുന്നു. അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ അവൾ അവിടെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്.
അപ്പൊ അവള് പെട്ടെന്ന് പോയിട്ട് ഞാൻ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞ് പോവാൻ പോകുന്ന സമയത്ത് ജയൻ പറയും തോക്കെടുത്ത് കൊടുത്തിട്ട് ജനാർദ്ദനോട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറയാം. ജനാർദ്ദനൻ അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ ഏറ്റവും വലുത് ഈ ബാബു എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഈ ജയന്റെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ ജയന് തോന്നണം ഞാൻ തൽക്കാലം ഗോപിയായിട്ട് അഭിനയിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളത് തോന്നുന്നു. അങ്ങനെ വീണ്ടും ബോംബെയിൽ കാണിക്കുന്ന സമയത്ത് ജോസ് പ്രകാശ് നമ്മുടെ സീമയോട് പറയാണ്, നീ അവനെ മറന്നേക്കണം, അവൻ പോലീസ് സംശയിക്കുന്ന ഒരു ഭയങ്കര കുറ്റവാളിയാണ്, നിന്നോട് എന്താണ് പറയുന്നത്. അപ്പൊ സീമയോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വലി ഇവൻ വന്നിരിക്കുന്നത് ചെന്നൈയിലേക്കാണ്. അപ്പൊ അങ്ങനെ ഓരോ അന്വേഷിച്ചൊക്കെ വരുമ്പോൾ ഇവൻ ചെന്നൈയിലുണ്ടെന്ന് മനസ്സിലാവുന്നു. സീമ അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. ചെന്നൈയിൽ അവളുടെ ഒരു കൂട്ടുകാരുണ്ട്. അപ്പൊ അവിടേക്ക് ചെന്ന് പോകുന്നു. അങ്ങനെ ബാബു പോവുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ ഹോട്ടലുകളിലെ താമസിക്കുള്ളൂ എന്നുണ്ട്, എല്ലാ ഹോട്ടലുകളിലും അന്വേഷിക്കുന്നു. അപ്പൊ അത് ബാബു അവിടെ നിന്ന് എത്തിപ്പെട്ടില്ല. പിന്നെ എങ്ങനെയാന്നുള്ളത് അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് തന്നെ ജോസ് പ്രകാശ് അവിടുത്തെ പോലീസിലെ ഉന്നതാധികാരിയുടെ അടുത്ത് വരികയാണ്. അപ്പൊ ആ പോലീസ് അധികാരി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തുതരാം. പ്രതാപചന്ദ്രനാണ് ആ പോലീസ് കഥാപാത്രം. അപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് പുള്ളിയുടെ അച്ഛനെ മുമ്പേ അറിയാം, ആളിങ്ങനെ വളരെ കാലത്ത് വെച്ചു, അവര് ഇരട്ട കുട്ടികളായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കാണാണ്ടായിട്ട് അയാളായിരിക്കും ഇയാള് എന്നുള്ളത് ജോസ് പ്രകാശിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ സീമ അങ്ങനെ ഓ അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ജോസ് പ്രകാശ് ഓക്കെ എന്ന് പറയുന്നു. അപ്പൊ അതിനിടയിൽ സീമ ഒരു വലിയൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഈ ഗോപിനെ കാണാൻ. അപ്പൊ ബാബു എന്ന് പറഞ്ഞ് വിളിച്ചു ചെല്ലുന്നു. അപ്പൊ ചെല്ലുമ്പോ അവൻ പറയുന്നു, നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ല, എന്റെ ഒരു അനിയനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആള്. അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഗോപിയോട് പറയുന്നുണ്ട്, ഏട്ടനൊക്കെ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കണം, നിങ്ങളൊരു കുറ്റവാളിയാണ് എന്നൊക്കെയാണ് പറയണതെന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും നിങ്ങൾ അന്വേഷണം അയാളായിരിക്കാന്ന് പറഞ്ഞിട്ട് ഗോപി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ ബാബു ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഗോപി നാട്ടിൽ വന്നിട്ട് ബാബുവിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് ബാബുവിനെ കാണുന്നത് നമ്മുടെ അനിയനാണെന്നൊക്കെ കുടുംബത്തിൽ മനസ്സിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു രംഗമാണത്. അപ്പൊ അങ്ങനെ അനിത, അതായത് സീമയുടെ ക്യാരക്ടർ, ബാബുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തുകൊണ്ട് എന്നെയും കബളിപ്പിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അല്ല, എനിക്ക് ഇവിടുന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ആക്ച്വലി ശരിക്കും ബാബുവിന് സീമയുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമോ കാര്യങ്ങളൊന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലും ഇയാളെ ഉപയോഗിക്കണം എന്നുള്ള രംഗം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ജനാർദ്ദനൻ അവിടെ വരുന്നുണ്ട്. ജനാർദ്ദനൻ അങ്ങനെ ബാബുവിനെ അന്വേഷിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് വരികയാണ്. കാരണം അവിടെ ഇവരെ കാണാനില്ല. അപ്പൊ പോലീസ് പിടിച്ച എന്താന്നുള്ളതൊന്നും അറിയില്ല. പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല എന്നൊക്കെ ഒരു ചോദിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ജനാർദ്ദനൻ ബാബുവിനെ അന്വേഷിച്ചിട്ട് വരികയും അപ്പൊ ഗോപിയെ കണ്ടിട്ട്, അതായത് ഒരു ബിൽഡിങ്ങിലെ ഒരു പ്ലാൻ ഒക്കെ തയ്യാറാക്കി ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ഗോപിയെ വഴിക്ക് വെച്ച് കാണണം. അപ്പൊ ഗോപിയുടെ അടുത്ത് സംസാരിക്കുന്നു, ഒന്നറിയാത്ത പോലെയൊക്കെ സംസാരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. രാഗിണിനെ കൊന്നത് നമ്മളാണ് എന്നുള്ളതും ഒക്കെ അയാൾക്ക് സംശയം ഉണ്ടെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ ഗോപി നിങ്ങൾക്ക് ആള് മാറി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോണു. അപ്പൊ അങ്ങനെ ഇവിടെ വരികയാണ്. അപ്പൊ അങ്ങനെ ഇവനെ അന്വേഷിച്ചിട്ട് ഗോപിയുടെ വീട്ടിലേക്ക് ജനാർദ്ദനം വരുന്നു. അപ്പൊ ബാബുവിനെ കാണാണ്. അപ്പൊ ബാബുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഈ സമയത്ത് ബാബുവും പറയുന്നുണ്ട്, എനിക്കിപ്പോ ഇവളിവിടെ ഉണ്ട്, അപ്പോ എന്റെ ഉപയോഗം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അനിതേനെയും റെഡിയാക്കും എന്ന് പറയണം. പക്ഷെ ഇതൊക്കെ അനിത കേട്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ബാബു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അനിതനെ കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്തിൽ കയറിയിട്ട് പിടിക്കും. അപ്പൊ തന്നെ പെട്ടെന്ന് ഗോപി അവിടെ വരികയും അനിതനെ മാറ്റി നിർത്തുകയും ഇവര് ഏട്ടനും അനിയനും തമ്മിൽ ഗംഭീര അടി ഉണ്ടാവുകയും ചെയ്യണം. അതിന് നല്ല ആക്ഷൻ തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് അമ്മ അവിടെ വരുന്നു. അമ്മയുടെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എന്നിട്ട് ഗോപി ബാബുവിനോട് പറയാണ്, നീ ആരെ വിഷമിപ്പിച്ചാലും അമ്മയെ വിഷമിപ്പിക്കരുത്, കാരണം നീ ഇങ്ങനത്തെ ക്രിമിനലും കുറ്റവാളിയൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയം പൊട്ടി മരിച്ചു പോകും എന്നുള്ളൊരു രീതിയിലൊക്കെ പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കവിയർപ്പന്നം അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈശ്വര എന്റെ വിധി ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതില് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പിന്നെ അങ്ങനെ ഇവൻ ക്രിമിനൽ ആണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവണം. അപ്പൊ അനിത പോവാൻ തുടങ്ങുന്ന സമയത്ത് ഗോപി വന്ന് പറയണം, പോവരുത്, നീ വിചാരിച്ചാൽ അവനെ നേരാക്കാൻ പറ്റും, നീക്ക് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതൊക്കെ പറയണം. എന്നിട്ട് അമ്മയോട് ഇവൻ സംസാരിക്കുകയാണ്, ഞാൻ കുറ്റമേൽക്കാം അമ്മേ. ഗോപി അമ്മയോട് സംസാരിക്കുകയാണ്, ഞാൻ കുറ്റമേൽക്കാം, കാരണം എനിക്ക് ഇത്രയും നാളും അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടി വളർന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നിലയിലെത്താൻ പറ്റി, അവന് അതേപോലെ കിട്ടിയിട്ടില്ല, ഇനി അവനുള്ളതെങ്കിലും അവന് കിട്ടട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഇത് അമ്മ, ഈശ്വര എന്തായാലും രണ്ട് കണ്ണിൽ ഒരു കണ്ണ് പോണ പോലെയാണ് എന്റെ അവസ്ഥ, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. വളരെ ടച്ച് ആയിട്ടുള്ള ഒരു മുഹൂർത്തവും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് സ്വന്തം ഭാര്യയോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോ അവളുടെയും ഭയങ്കര വിഷമം, എന്തുണ്ടെങ്കിലും നീ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു.
അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് ബാബുവും ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ബന്ധത്തിന്റെ വില എന്താണ് എന്നുള്ളതൊക്കെ അയാൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു. അയാൾ ഇത്രയും വലിയൊരു പോലീസിനൊക്കെ ഇതായി കിട്ടിയിരുന്നു. അങ്ങനെ ജനാർദ്ദൻ ഇവിടെ വന്ന് പോകുന്നത് ജോസ് പ്രകാശ് ഫോളോ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജോസ് പ്രകാശ് ഫോൺ വിളിച്ചതിന് പ്രകാരം കുറെ പോലീസുകാർ ജനാർദ്ദനൻ താമസിക്കുന്ന സ്ഥലത്ത് വളഞ്ഞിട്ടുണ്ട്. ജനാർദ്ദനും അയാളുടെ ഒരു സഹായം കൂടിയിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു ഷൂട്ട് ഔട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ബോംബേറും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ഒരു സഹായി കൊല്ലപ്പെടുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനാർദ്ദൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ബാബുവും സീമയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത് കാണുമ്പോൾ ജനാർദ്ദൻ പറയാണ്, ചിലപ്പോ എന്നെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ബാബു എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബ് കയ്യിലെടുത്തിട്ട് നേരെ ജനാർദ്ദനും ഫ്രണ്ടിലേക്ക് ചാടണം. അപ്പൊ ആ പൊട്ടിത്തെറിച്ചിട്ട് ജനാർദ്ദനും മരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ജോസ് പ്രകാശ് അയ്യോ എന്നുള്ളൊരു രീതിയിലാവും. അപ്പൊ പെട്ടെന്ന് ബാബുവും പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ഓടി വരുന്നു. ജോസ് പ്രകാശിനെ തല്ലാൻ വേണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ജോസ് പ്രകാശ് അനങ്ങരുത്, വെടിവെച്ച് കളയും എന്ന് പറഞ്ഞിട്ട് മറ്റേ തോക്കൊണ്ട് വെടിവെക്കുകയാണ്. ആ വെടിവെക്കുന്ന സമയത്ത് സീമ പെട്ടെന്ന് ഫ്രണ്ടിൽ കയറി നിൽക്കും. അപ്പൊ സീമ ഫ്രണ്ടിൽ കയറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സീമയ്ക്ക് വെടിയുള്ളും, അവള് മരിക്കുകയാണ്. ഇതോടുകൂടി ബാബു ആകെ അപ്സെറ്റ് ആവുന്ന വിഷമിച്ച് ആകെ ഒരു പരിവും. ആ കണ്ണിലൊക്കെ നല്ല അടിപൊളി കിടിലം പെർഫോമൻസ് ആണ് ആ സമയത്ത്. കണ്ണൊക്കെ കലങ്ങി ചുവന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ ബാബു അങ്ങനെ അവിടെ ഒരു ജീപ്പ് ഉണ്ട്. ജീപ്പിൽ കയറിയിട്ട് പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ വെടികൊള്ളും. ജോസ് പ്രകാശ് വെടിവെക്കുമ്പോ കാലിന്റെ മുട്ടിലും ഷോൾഡറിലും ഒക്കെ ആയിട്ട് വെടികൊള്ളുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ജീപ്പ് എടുത്തിട്ട് പാഞ്ഞു വരികയാണ്. പാഞ്ഞു പോയി മറ്റേ ഗോപിയുടെ വീടുണ്ടല്ലോ, ഗോപിയുടെ വീടിന്റെ അവിടെ വലിയ ജനാലകളാണ്. അപ്പൊ ജനാലിലെ ഡോറ് പോലത്തെ വലിയ വലിയ ജനാല. അപ്പൊ അത് ഇടിച്ച് കയറി അങ്ങനെ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി വീണത്തേക്കും ഗോപിയും കവിയൂർ പൊന്നമ്മയൊക്കെ ഓടി വരും. എന്നിട്ട് കവിയൂർ പൊന്നമ്മയുടെ മടിയിലേക്ക് കിടന്നിട്ട് ബാബു പറയാണ്, എനിക്ക് അമ്മയുടെ ഒപ്പം ജീവിക്കാൻ പറ്റിയില്ല, ഞാൻ ഇത്രയും ഓടി വന്നത് തന്നെ അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കാനാണ്, അതെങ്കിലും എന്റെ ഈ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട് ബാബു അവിടെ വെച്ചിട്ട് മരിക്കുക. അപ്പോഴത്തേക്കും ജോസ് പ്രകാശ് അവിടെ വരുന്നു. അങ്ങനെ ഈശ്വര എന്നുള്ള ഒരു രീതിയിൽ പടം ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നു. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. എന്തായാലും ജഗതിയുടെ ക്യാരക്ടർ നമ്മളെ ബോറടിപ്പിക്കൊന്നുമില്ല. ത്രൂ ഔട്ട് നല്ല രസത്തിൽ തന്നെ പോകുന്ന ഒരു സിനിമയാണ്. കുറച്ച് ഫാമിലി സെന്റിമെന്റ്സും, പഴയ സിനിമകളാകുമ്പോൾ എന്തായാലും ഒരു കഥയ്ക്ക് ഒരു പ്രാധാന്യം, കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് മനുഷ്യമൃഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ സിനിമയൊക്കെ മുമ്പ് അച്ഛൻ കാസറ്റൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടുള്ള കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ ഇത് നമുക്ക് ഒരു മൂവി സജഷന് വേണ്ടി തന്നെ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമയെ പറ്റിയിട്ട് എന്തായാലും രേഖപ്പെടുത്താം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും പ്രത്യേകം മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഞെക്കിയേക്കണേ. കൂട്ടത്തിൽ ആ ഒരു ബെല്ലൈക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.